ഫോട്ടോയിൽ കാണുന്ന ഷരാറയുടെ കട്ടിംഗ് വീഡിയോ ആണ് കേട്ടോ ഇതിൽ കാണിക്കുന്നത്. അത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയിട്ടുള്ള 2 സാരി വെച്ചിട്ടാണ് കേട്ടോ ഞാനിത് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഈ സാരീൻ്റെ പ്രൈസ് ഫ്ലിപ്കാർട്ടിൽ കാണിക്കുന്നത് 355 രൂപയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതേപോലത്തെ 2 സാരികൾ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ 2 സാരിയും അതിൻ്റെ 2 ബ്ലൗസ് പീസും കൂടെയാണ് ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലുള്ള ഈ 2 ബ്ലൗസ് പീസ് വെച്ചിട്ടാണ് നമ്മൾ ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഈ സാരിയിൽ നമ്മൾ എടുത്തിരിക്കുന്നത് പാൻറ്റിന്റെ ഭാഗവും അതേപോലെ ഇതിൻ്റെ ഒരു ഷോളും കൂടെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതിന് ലൈനിങ് ആയിട്ട് നമ്മൾ 4 മീറ്റർ ക്രേപ്പാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് ലൈനിങ്ങിൽ തന്നെ കട്ട് ചെയ്ത് തുടങ്ങാം. എന്നിട്ട് ആ കട്ട് ചെയ്ത് വെച്ച ലൈനിങ് നമ്മൾ സാരിയിലേക്ക് വെച്ചിട്ട് പിന്നെ അത് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി എളുപ്പമുണ്ടാവും. അതിനായിട്ട് ഇതാ ഇതേപോലെയാണ് കേട്ടോ ഞാനിവിടെ മടക്കുന്നത്. ആദ്യം ഇതേപോലെ 2 ആയിട്ട് മടക്കി വെച്ചിട്ട് നമുക്ക് എത്ര ലെങ്ത്ത് വേണോ അത് ഞാൻ നോക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഇവിടെ ടോപ്പാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഇതേപോലെ 2 ആക്കി മടക്കി വെച്ചിട്ട് എൻ്റെ ടോപ്പിന് എത്ര ഇറക്കം വേണോ അത് ഞാൻ ഇവിടുന്ന് അടയാളപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഈ ലൈനിങ് നമ്മൾ 4 മീറ്റർ ഒന്നിച്ചുള്ളത് കൊണ്ട് ഇതിൻ്റെ അകത്തുനിന്ന് നമ്മൾ ആദ്യം ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടോപ്പിൻ്റെ ലെങ്ത്ത് നോക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നത്. അതിനായിട്ട് ടോപ്പിന് എത്ര ലെങ്ത്ത് വേണോ അത് ഞാനിവിടെ ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ആ ഭാഗം വെച്ചിട്ട് ഞാൻ ഇതേപോലെ ഒന്ന് മടക്കി എടുക്കുന്നുണ്ട്. അതായത് ഇപ്പം ഈ മടക്കിയ ഒരു മെത്തേഡാണ് 4 ആക്കി മടക്കുക എന്ന് പറയുന്നത്. ഇതിൽ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ബാക്കിലേക്കും ഫ്രണ്ടിലേക്കുള്ള 2 പീസ് കിട്ടും കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒന്ന് മടക്കിയതിന് ശേഷം ഞാൻ അതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് അതിൻ്റെ അകത്തേക്ക് നമുക്ക് ടോപ്പിൻ്റെ മെഷർമെൻറ്റ് അടയാളപ്പെടുത്താൻ വേണ്ടി പറ്റും. അപ്പം ഇനി നമ്മൾ ടോപ്പിൻ്റെ ലെങ്ത് ആണ് കേട്ടോ നമ്മളെ ബോഡിയിൽ നിന്ന് എടുക്കുന്നത്. അതായത് ഷോൾഡറിൻ്റെ ഭാഗത്ത് വെച്ചിട്ട് നമ്മളിങ്ങനെ താഴത്തേക്ക് പിടിക്കുക. അപ്പോൾ നമുക്ക് എത്ര ഇറക്കമാണോ വേണ്ടത് ആ ഒരു അളവ് അതിൻ്റെ അകത്തേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. നേരത്തെ നമ്മൾ ഈ ലൈനിങ് ഒന്ന് കട്ട് ചെയ്തില്ലേ, അതിൻ്റെ മുന്നേ നമ്മൾ ഈ ടോപ്പിന് എത്ര ലെങ്ത് വേണം ഈ ഷോൾഡറിൻ്റെ അവിടെ പിടിച്ചിട്ടൊന്ന് അളവെടുത്ത് നോക്കണം കേട്ടോ. അതിനുശേഷമാണ് നമ്മൾ ഈ ലൈനിങ് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് താഴെ മുതലാണ് ലെങ്ത് എടുക്കുക എന്നുള്ളതൊന്ന് ഞാൻ കാണിച്ചു തന്നതാണ് കേട്ടോ. അപ്പോൾ അതിനുശേഷം നമ്മൾ എടുക്കേണ്ടത് നമ്മുടെ ഷോൾഡറിൻ്റെ വിഡ്ത്താണ്. അതായത് ഈ ടേപ്പ് ഇതാ ഈ ഒരു ഷോൾഡറിൻ്റെ ഈ ഒരു ഭാഗത്ത് നമ്മളെ ഒരു കൈയിൻ്റെ ഈ ഭാഗത്തു നിന്ന് വെച്ചിട്ട് അപ്പുറ ഭാഗം വരെയാണ് കേട്ടോ ഇതേപോലെ എടുക്കേണ്ടത്. അപ്പോൾ നമുക്കിവിടെ ഷോൾഡറിൻ്റെ എത്ര അളവാണോ കിട്ടിയത് അതിൻ്റെ നേർ പകുതിയാണ് നമ്മൾ ടോപ്പിലേക്ക് അടയാളപ്പെടുത്തേണ്ടത്. അതിനായിട്ട് നമുക്ക് കിട്ടിയ അളവിൻ്റെ അവിടെ നമ്മൾ ഇതേപോലെ കൈ വെച്ചിട്ട് ടേപ്പ് ഒന്ന് ജസ്റ്റ് ഒന്ന് മടക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ തുണിയിലേക്കും എത്രയാണ് മാർക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിവിടെ മാർക്ക് ചെയ്യുന്നത് 8 ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് കിട്ടിയതിൻ്റെ നേർ പകുതിയാണ് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി നമുക്ക് നെക്കിൻ്റെ ലെങ്ത് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ വെച്ച അതേ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് നമ്മൾ താഴേക്ക് ഇതേപോലെ നെക്കിന് എത്ര അളവാണോ വേണ്ടത് അതേപോലെ നമ്മൾ താഴേക്ക് നെക്കിൻ്റെ ലെങ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നെക്കിൻ്റെ വിഡ്ത്ത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഞാൻ ഇവിടെ കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നെക്കിൻ്റെ വിഡ്ത്ത് നമുക്ക് അകന്നിട്ട് വേണോ അടുത്തിട്ട് വേണോ എന്നുള്ളതൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. അത് നമ്മൾ നെക്കിൻ്റെ ലെങ്ത് നമ്മൾ താഴേക്ക് മാർക്ക് ചെയ്തു. ഇനി ഇത് ഈ സൈഡിലേക്ക് നമ്മൾ നെക്കിൻ്റെ വിഡ്ത്തും ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിനുശേഷം ഈ 2 പോയിന്റുകളും കൂടെ കൂട്ടിയിട്ട് ഇതേപോലെ ഒന്നൊരു സ്ക്വയർ ആക്കി കൊടുക്കുക. ഇനി നമുക്ക് ഈ സ്ക്വയറിൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് നെക്ക് ഡിസൈൻ ആണോ വേണ്ടത് അത് നമുക്ക് ഇതിൻ്റെ അകത്ത് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു സ്ക്വയർ വരച്ചിട്ട് നമ്മൾ നെക്ക് ഡിസൈൻ ചെയ്യുമ്പോൾ ഉള്ളൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നെക്കിൻ്റെ ലെങ്ത്തും വിഡ്ത്തും മാറിപ്പോവാണ്ട് നമുക്ക് അതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ആവശ്യമുള്ള ഒരു ഡിസൈൻ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാനിത് ഇവിടെ ഈ ഒരു ഷേപ്പാണ് കേട്ടോ വരച്ചെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ഷേപ്പാണോ വേണ്ടത് അതിനനുസരിച്ച് വരച്ചു കൊടുക്കാവുന്നതാണ്. ഇപ്പം ഞാൻ അധികവും എനിക്ക് വേണ്ടി സ്റ്റിച്ച് ചെയ്യുന്ന ഡ്രസ്സസിലൊക്കെ ഞാനൊരു വി ഷേപ്പ് നെക്കാണ് കേട്ടോ ചെയ്ത് കൊടുക്കുക. എന്നെ പോലെ ട്രയാങ്കിൾ ബോഡി ഷേപ്പുള്ള ആൾക്കാർക്ക് നമ്മൾ വീനൊക്കെ ചെയ്യുമ്പോഴത്തേനും കുറച്ചും കൂടെ അത് നല്ലതായിട്ട് നമുക്ക് നിൽക്കും കേട്ടോ. പിന്നെ ഈ വീനൊക്കെ എൻ്റെ ഒരു പേഴ്സണൽ ചോയ്സ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് നെക്കാണോ ഇഷ്ടം അതിനനുസരിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്ര അടയാളപ്പെടുത്തിയതിന് ശേഷം ഞാനിവിടെ എടുക്കാൻ പോകുന്നത് ആമിൻ്റെ സർക്കംഫറൻസ് ആണ് കേട്ടോ. അതിനായിട്ട് ഇതാ ഈ ഒരു ഭാഗത്ത് വെച്ചിട്ട് ഇതേപോലെ നമ്മൾ ചുറ്റിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ എത്രയാണോ അളവുള്ളത് അത് കിട്ടും കേട്ടോ. അപ്പോൾ ഇവിടെ അധികം ടൈറ്റ് ആയിട്ടും അധികം ലൂസായിട്ടും എടുക്കാണ്ട് ഒരു പാകത്തിന് വെച്ചിട്ട് എടുക്കുക. അപ്പോൾ അവിടെ എത്രയാണോ നമുക്കിത് കിട്ടുന്നത് അതിൻ്റെ നേർ പകുതിയാണ് ഞാനിവിടെ ഡ്രസ്സിൻ്റെ അകത്തേക്ക് അടയാളപ്പെടുന്നത്. അതിനും ഞാനിവിടെ ടേപ്പ് ഇതേപോലെ ഒന്ന് 2 ആയിട്ട് മടക്കി കഴിഞ്ഞാൽ നമുക്ക് എത്രയാണോ അടയാളപ്പെടുത്തേണ്ടത് ആ ഒരു അളവ് നമുക്ക് കിട്ടും കേട്ടോ. അത് ഞാനിതാ നേരത്തെ ഇവിടെ ഒരു ഷോൾഡറിൻ്റെ വിഡ്ത്ത് അടയാളപ്പെടുത്തി വെച്ചിരിക്കുന്ന ആ ഒരു പോയിന്റ് ഇല്ലേ അവിടെ നിന്ന് നേരെ താഴേക്കാണ് കേട്ടോ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ആ കുത്തൊന്ന് ഞാനിവിടെ നീട്ടി വരച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ അവിടെ മാർക്ക് ചെയ്ത ആ ഒരു പോയിന്റും നമ്മൾ നേരത്തെ ഷോൾഡറിൻ്റെ വിഡ്ത്ത് അടയാളപ്പെടുത്തി വെച്ചിരിക്കുന്ന ഈ ഒരു പോയിന്റും തമ്മിൽ ഇതേപോലെ നീട്ടിയൊരു വര വരച്ചു കൊടുക്കുക കേട്ടോ. ഇപ്പം നമ്മൾ വരച്ചിരിക്കുന്ന ഈ വരേൻ്റെ എത്രയാണോ അതിൻ്റെ ലെങ്ത്ത് എന്നുള്ളത് നോക്കുക. അതായത് ഇഞ്ചാണോ അതുള്ളത് നോക്കിയിട്ട് അതിൻ്റെ നേർ പകുതിയിൽ നമ്മൾ ഇതേപോലെ ഒരു പോയിന്റ് ഇട്ട് കൊടുക്കുക. ഇനി അതിനുശേഷം നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മളെ ചെസ്റ്റ് സർക്കംഫറൻസ് ആണ് കേട്ടോ. നമ്മളെ ചെസ്റ്റ് സർക്കംഫറൻസ് നമ്മൾ ഇതേപോലെയാണ് കേട്ടോ ഇവിടെ അടയാളപ്പെടുത്തേണ്ടത്. അപ്പോൾ നമ്മൾ ഇനി ബോഡിയിൽ നിന്ന് നമ്മളെ ചെസ്റ്റ് സർക്കംഫറൻസ് ആണ് കേട്ടോ എടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളിത് ഈ ഒരു ഭാഗത്തു നിന്നാണ് കേട്ടോ അത് എടുക്കുന്നത്. അപ്പോൾ നമ്മളിത് ഇതേപോലെ അധികം ടൈറ്റും അധികം ലൂസും ആവാണ്ട് പിടിച്ചതിന് ശേഷം അത് എത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളതെന്ന് നോക്കുക. അപ്പോൾ നമുക്ക് എത്രയാണോ നമ്മുടെ ചെസ്റ്റ് സർക്കംഫറൻസ് ഉള്ളത് അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കിട്ടുന്നത് ആ ഒരു അളവാണ് നമ്മളിത് ഈ ഒരു ഭാഗത്ത് നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കുക. അപ്പോൾ നമുക്ക് എത്രയാണോ കിട്ടിയത് അതും നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ നമുക്ക് എത്രയാണോ തയ്യൽ തുമ്പ് വേണ്ടത് അതും കൂടി നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ ഒരു 1 ഇഞ്ചോളം നമ്മളിവിടെ തയ്യൽ തുമ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എത്രയാണോ തയ്യൽ തുമ്പ് വേണ്ടത് അതും കൂടി ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി ഈ ഒരു കോൺ ഭാഗത്ത് നിന്ന് 1 ഇഞ്ച് മുകളിലേക്ക് ഒരു മാർക്കും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഈ കാണുന്ന ഈ പോയിന്റ്സ് എല്ലാം കൂടെ കൂട്ടിയിട്ട് ഞാനൊരു കർവ് പോലെ വരച്ചു കൊടുക്കാണ് കേട്ടോ
ചെയ്യുന്നത്. ഇപ്പോൾ വരയ്ക്കുന്നതാണ് നമ്മുടെ കൈക്കുഴി, അതായത് നമ്മുടെ ആ ഒരു ഷോൾഡറിൻ്റെ ഭാഗത്ത് വരുന്ന ആ ഒരു സ്ലീവ്സ് വെക്കേണ്ട ഒരു ഭാഗമാണ് കേട്ടോ ഇത്. ഇനി അതിനുശേഷം ഞാനിവിടെ ഷോൾഡറിൻ്റെ അവിടുന്ന് താഴേക്ക് നമ്മളെ നിപ്പിൾ പോയിന്റ് ആണ് കേട്ടോ അടയാളപ്പെടുത്തുന്നത്. അപ്പോൾ അതെടുത്തതിന് ശേഷം ആ ഒരു ഭാഗത്തെ സർക്കംഫറൻസും കൂടെ, അതായത് ചുറ്റളവും കൂടെ എടുത്തിട്ട് അതും കൂടെ നമ്മൾ ഈ ഒരു തുണിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ ഷോൾഡറിൻ്റെ അവിടുന്ന് നേരെ ഇപ്പം നമ്മൾ അളവെടുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു നിപ്പിൾ പോയിന്റ് എവിടെയാണോ നമുക്ക് ആ ഒരു ലെങ്ത്ത് കിട്ടുന്നത് അത് മാർക്ക് ചെയ്ത് കൊടുത്തു. എന്നിട്ട് നമ്മൾ അവിടുത്തെ സർക്കംഫറൻസ് എടുത്തിട്ടില്ല, അതിൻ്റെ 4 ഭാഗമാക്കിയിട്ട് അതും കൂടി ആഡ് ചെയ്ത് കൊടുത്തു. അതിൻ്റെ കൂടെ ഒരു തയ്യൽ തുമ്പും കൂടി ആഡ് ചെയ്ത് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇനി അതിനുശേഷം നമുക്ക് ഈ ഒരു ഹിപ്പിൻ്റെ ഭാഗത്ത് അളവാണ് കേട്ടോ എടുക്കേണ്ടത്. അപ്പോൾ ആ ഹിപ്പിൻ്റെ അളവ് നമുക്ക് എവിടെയാണ് നമുക്ക് അതിൻ്റെ ലെങ്ത്ത് വരുന്നതെന്ന് നമ്മൾ ഷോൾഡറിൽ നിന്ന് താഴത്തേക്ക് ഇതേപോലെ പിടിച്ച് നോക്കുക. എന്നിട്ട് പിടിച്ചിട്ട് ആ കിട്ടിയ ഒരു ഭാഗത്തിൻ്റെ ഇതേപോലെ ചുറ്റളവും കൂടി എടുക്കുക കേട്ടോ. ഇനി അതിനുശേഷം നമുക്കിതൊന്ന് തുണിയിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ കാണിച്ച പോലെ തന്നെ ഷോൾഡറിൻ്റെ ഭാഗത്തുനിന്ന് വെച്ചിട്ട് നേരെ താഴേക്ക് നമ്മളെ ഹിപ്പിൻ്റെ അളവ് എവിടെയാണോ വരുന്നത് ആ ഒരു മാർക്ക് നമ്മളിവിടെ നിന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഹിപ്പിൻ്റെ നമ്മൾ എടുത്തില്ലേ, അപ്പോൾ ആ ഒരു ഭാഗത്ത് എത്രയാണോ നമുക്ക് സർക്കംഫറൻസ് വരുന്നത് അതിൻ്റെ 4 ഭാഗവും നമ്മൾ ഇതേപോലെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ നമ്മളെ തയ്യൽ തുമ്പും കൂടി ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇപ്പം നമ്മൾ ഈ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ പോയിന്റ്സും കൂടെ നമ്മൾ ഇതേപോലെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. നമ്മളിത് രണ്ടാമത് ജോയിൻ ചെയ്തത് നമ്മുടെ തയ്യൽ തുമ്പാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈ ഒരു ഷേപ്പ് വരച്ച ആ ഒരു ഭാഗം വരെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുള്ളൂ. ബാക്കി ഭാഗം നമ്മൾ വിട്ടിട്ട് നമ്മൾ താഴത്തേക്ക് ഓപ്പൺ അടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓപ്പൺ അടിക്കേണ്ട ആ ഒരു ഭാഗമാണ് ഞാനിവിടെ താഴത്തേക്ക് ഇതേപോലെ നീട്ടിയൊന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്, നമുക്ക് കട്ട് ചെയ്യാനുള്ള എളുപ്പത്തിനാണ്. അപ്പോൾ നമ്മൾ തയ്യൽ തുമ്പിൻ്റെ ആ ഒരു ഭാഗത്തുനിന്ന് നമ്മൾ താഴത്തേക്ക് ഇതേപോലെ വരച്ചതിന് ശേഷം നമ്മളിതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതിന് മുന്നേ ഈ ഒരു ഷോൾഡർ സ്ലോപ്പും കൂടെ ഒന്ന് അടയാളപ്പെടുത്താനുണ്ട്. അതായത് ആ ഷോൾഡറിൻ്റെ ഈ ഒരു അറ്റ ഭാഗത്തുനിന്ന് 1 ഇഞ്ച് താഴേക്ക് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ആ നെക്ക് അടയാളപ്പെടുത്തി വെച്ചിരിക്കുന്ന ആ ഒരു പോയിന്റിൽ നിന്ന് ഇപ്പം അടയാളപ്പെടുത്തി വെച്ചിരിക്കുന്ന ഈ ഒരു പോയിന്റിലേക്ക് ചെരിച്ചൊരു വരച്ചു കൊടുക്കുക. നമ്മളിവിടെ ഷോൾഡർ സ്ലോപ്പ് അടയാളപ്പെടുത്തുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഷോൾഡറിന് ഒരു ചെരിവുണ്ടാവും. അപ്പോൾ ആ ഒരു ചെരിവ് ഇവിടെ ഒരു മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതിനുശേഷം ഞാനിത് ഇവിടെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കൊന്ന് ബാക്കിലുള്ള നെക്കും കൂടെ ഒന്ന് അടയാളപ്പെടുത്താനുണ്ട്. അതിനായിട്ട് നമ്മൾ ഫ്രണ്ടിൽ എത്രയാണോ നെക്കിൻ്റെ വിഡ്ത്ത് എടുത്തത് അത് ഞാനൊന്ന് ഫ്രണ്ടിലത്തെ പീസ് നോക്കിയിട്ട് ബാക്കിലെ പീസിലേക്ക് അടയാളപ്പെടുത്തുന്നുണ്ട്. ബാക്കിലെ നെക്കിൻ്റെ ലെങ്ത് ആയിട്ട് 1 ഇഞ്ചാണ് കേട്ടോ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. അതും ഇതേപോലെ ഒന്ന് സ്ക്വയർ ആക്കി വരച്ചതിന് ശേഷം ഒരു റൗണ്ട് ഷേപ്പിൽ ഇതേപോലെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ഫ്രണ്ടിലുള്ള പീസ് ഒന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് ബാക്കിലുള്ള പീസ് ഒന്ന് എടുത്ത് മാറ്റി വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതിനുശേഷം നമുക്ക് ഫ്രണ്ടിലുള്ള പീസിൽ കുറച്ചും കൂടെ പണിയുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ടിലുള്ള പീസിൻ്റെ നെക്കും നമ്മളെ ഒരു കൈക്കുഴീൻ്റെ ആ ഭാഗം കുറച്ച് ഇറക്കിയും കൂടെ കട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണോ നമുക്ക് നെക്ക് വേണ്ടത് ആ ഒരു ഷേപ്പിൽ ഞാൻ ഫ്രണ്ട് ഭാഗത്ത് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഷോൾഡർ സ്ലോപ്പ് ബാക്കിലെ പീസിലും ഫ്രണ്ടിലെ പീസിലും നമ്മൾ ഒരേപോലെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഇനി അതിനുശേഷം ഈ ഒരു ഭാഗത്ത് 1 ഇഞ്ച് ബാക്കോട്ട് ആക്കിയിട്ട് ഞാനൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതായത് നേരത്തെ നമ്മളൊരു പകുതി മാർക്ക് ചെയ്ത് വെച്ചില്ലേ ആ ഒരു പോയിന്റിൽ നിന്ന് ഇതേപോലെ ഇറക്കിയിട്ട് ഈ ഒരു കുഴി ഒന്ന് ഇതേപോലെ ഇതാക്കിയിട്ട് ഇങ്ങനെയാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. ഇനി അതിനുശേഷം അതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ടോപ്പിലേക്ക് വേണ്ടത് 2 സ്ലീവ്സ് ആണ്. അത് കട്ട് ചെയ്യുന്നതിൻ്റെ മുന്നേ നമുക്ക് ഈ ലൈനിങ് വെച്ചിട്ട് നമ്മളെ മെയിൻ തുണിയിലേക്കൊന്ന് അറ്റാച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ടോപ്പിലേക്ക് വേണ്ട തുണിയായിട്ട് എടുക്കുന്നത് നമ്മളെ ബ്ലൗസ് പീസാണ് കേട്ടോ. അപ്പോൾ നമുക്ക് 2 ബ്ലൗസ് പീസ് ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച ഒരു ബ്ലൗസിൻ്റെ ഒരു പീസ് നമുക്ക് ഫ്രണ്ട് പോർഷനിലേക്കും കൊടുക്കാം, ഒന്ന് നമുക്ക് സ്ലീവ്സ് ആയിട്ടും എടുക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പീസ് എടുത്തിട്ട് ഇതേപോലെ ഒന്ന് നിവർത്തി വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ പീസ് ഞാൻ നിവർത്തി വെച്ചതിന് ശേഷം നമ്മൾ വെട്ടി വെച്ചിട്ടുള്ള ഫ്രണ്ട് പോർഷനിലേക്കുള്ള ലൈനിങ് നമ്മൾ ഇതേപോലെ ഇതിൻ്റെ അകത്തേക്ക് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇതേപോലെ നമുക്ക് ലൈനിങ് ഇതേപോലെ വെച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് പിൻ ചെയ്തെടുക്കാം. അതായത് നമുക്ക് ആ ഒരു നല്ല തുണീൻ്റെ നല്ല ഭാഗത്തേക്കാണ് നമ്മൾ ഇതേപോലെ ലൈനിങ് നിവർത്തി വെച്ചിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് പിൻ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ടോപ്പിൻ്റെ ബാക്ക് സൈഡിലേക്ക് ഈ ഒരു വർക്ക് വരുന്നൊരു ഭാഗം എടുക്കുന്നില്ല. അപ്പോൾ നമുക്ക് സാരീൻ്റെ അകത്തുനിന്ന് തന്നെ ഒരു ഭാഗത്തുനിന്ന് നമുക്ക് ബാക്കിലേക്കുള്ള ഭാഗം മുറിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് സാരീൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം ഇതേപോലെ എടുത്തിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മളിങ്ങനെ നിവർത്തി വെക്കുക. സാരീൻ്റെ നല്ല ഭാഗത്തേക്കാണ് നമ്മൾ ലൈനിങ്ങിൻ്റെ പീസ് വെച്ച് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ടോപ്പിലേക്ക് എടുത്തത് ഈ ഒരു സാരീൻ്റെ സ്കാലപ്പ് വരുന്ന ഭാഗം ഇങ്ങനെ അടിഭാഗത്തേക്ക് വരുന്ന പോലെയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ സാരീൻ്റെ നല്ല ഭാഗത്തേക്ക് ഈ ലൈനിങ്ങിൻ്റെ തുണി വെച്ചിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ ഞാനിവിടെ നെക്കും ആ ഒരു കൈക്കുഴീൻ്റെ ആ ഒരു ഭാഗവും കട്ട് ചെയ്തിട്ടില്ല കേട്ടോ. അത് നമുക്ക് ജസ്റ്റ് അടിച്ചതിന് ശേഷം നമുക്ക് ലാസ്റ്റ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു നെക്ക് ഞാൻ ഈ ഒരു വരച്ച ഒരു രീതിയിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ടോപ്പിൻ്റെ ഫ്രണ്ട് ഭാഗവും ബാക്കിലെ ഭാഗവും നമ്മൾ ലൈനിങ് വെച്ചിട്ട് ഇതേപോലെ കട്ട് ചെയ്തതിന് ശേഷം നമുക്കിനി സ്ലീവ്സ് കട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ സ്ലീവ്സ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാരീൻ്റെ കൂടെ കിട്ടിയ ബ്ലൗസിൻ്റെ മറ്റേ ഒരു രണ്ടാമത്തെ പീസ് എടുത്തിട്ട് ഇതേപോലെ 2 ആക്കി മടക്കി ഇനി അതിനുശേഷം ഒന്നും കൂടി ഇതേപോലെ മടക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇനി നമ്മൾ ഈ ഒരു പീസിലാണ് നമ്മൾ സ്ലീവ്സ് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതേപോലെ 4 ആക്കി മടക്കിയതിന് ശേഷം ഇവിടെ നിവർത്തിയിട്ടിട്ടുണ്ട്. ഇനി നമുക്ക്
സ്ലീവ്സിന് എത്ര ലെങ്ത്ത് വേണം എന്നുള്ളത് നോക്കാം. അതിനായിട്ട് നമ്മൾ നേരത്തെ ഷോൾഡറിൻ്റെ ആ ഒരു ഭാഗം അടയാളപ്പെടുത്തില്ല. ആ ഒരു ഷോൾഡറിൽ നിന്ന് നമുക്ക് നമ്മൾ താഴത്തെ കൈയിൻ്റെ അങ്ങോട്ടേക്ക് ഇതേപോലെ അളവെടുക്കാം. എന്നിട്ട് എത്ര ലെങ്ത്ത് വേണം എന്നുള്ളത് മാർക്ക് ചെയ്യാം. അപ്പോൾ ഈ ഒരു തുണിയിൽ സ്ലീവ്സിൻ്റെ അറ്റത്ത് ഇതേപോലെ ഒരു ഡിസൈൻ വരുന്നതുകൊണ്ട് തന്നെ ആ ഡിസൈനുള്ള ഭാഗത്തുനിന്ന് മുകളിലേക്കാണ് കേട്ടോ ഞാൻ ഇവിടെ ലെങ്ത്ത് അടയാളപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ അതിനുശേഷം ഞാനിവിടെ ഈ കൈക്കുഴീൻ്റെ ഈ ഒരു ഭാഗത്തെ അളവ് ഇതേപോലെയാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് അവിടെ എത്രയാണോ കിട്ടുന്നത് ആ ഒരു അളവാണ് നമ്മൾ ഈ ഒരു സ്ലീവ്സ് അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ട ഈ ഒരു ഭാഗത്തേക്ക് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഞാൻ ഈ കൈക്കുഴി വെട്ടി വെച്ചിരിക്കുന്ന ആ ഒരു അളവിൽ നിന്ന് ഈ ഒരു സ്ലീവ്സിൻ്റെ ഈ ഒരു അളവ് കുറച്ച് കുറവുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ചെറിയൊരു പീസ് ആ ഒരു ഭാഗത്തേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു പീസ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ നമുക്കത് അത്ര വിസിബിളായിട്ട് കാണുമൊന്നുമില്ല. അപ്പോൾ ഈ ഒരു മുകളിലുള്ള ഈ ഒരു കക്ഷത്തിൻ്റെ ആ ഒരു ഭാഗത്തേക്കാണ് ഞാൻ ഇതേപോലെ ചെറിയൊരു പീസ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. താഴത്തേക്ക് ഞാൻ ആ ഒരു പീസ് വെക്കുന്നില്ല കേട്ടോ. അപ്പോൾ അതിനുശേഷം ഇതേപോലെ അറ്റാച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് സ്ലീവ്സ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ നേരത്തെ കാണിച്ച പോലെ തന്നെ അവിടുത്തെ അളവെടുക്കുന്നു. നമ്മളിതാ ഈ ഒരു സ്ലീവ്സ് അറ്റാച്ച് ചെയ്യേണ്ട ഈ ഒരു ഭാഗത്തേക്ക് നമ്മൾ ആ ഒരു അളവ് നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗത്തുനിന്ന് ഇതേപോലെ വെച്ചിട്ട് നമുക്ക് എത്രയാണോ വേണ്ടത് ആ ഒരു അളവ് ഞാനിവിടെ ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആ ഒരു മാർക്കിൽ നിന്ന് നേരെ താഴേക്ക് ഞാനിവിടെ ഒരു 4 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ 4 ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്യുന്നത് ക്യാബ് ഹൈറ്റ് ആയിട്ടാണ്. അപ്പോൾ ക്യാബ് ഹൈറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഞാൻ ഈ സ്ക്രീനിൽ കൊടുക്കാം. അതിനുശേഷം ഈ ഒരു പോയിന്റിൽ നിന്ന് ഈ ഒരു പോയിന്റിലേക്ക് ഞാൻ നീട്ടി ഒരു വര വരയ്ക്കുന്നുണ്ട് കേട്ടോ. സ്ട്രെയിറ്റ് ആയിട്ടുള്ളൊരു വര വരയ്ക്കുന്നുണ്ട്. ഇപ്പോൾ വരച്ച ഈ ഒരു വരയുടെ നേർപകുതി എത്രയാണെന്ന് നമുക്ക് നോക്കണം. അതിനായിട്ട് നമുക്ക് ടേപ്പ് എടുത്തിട്ട് അതൊന്ന് മൊത്തത്തിൽ അളന്നിട്ട് ആ ഒരു നേർപകുതിയിൽ നമുക്കൊരു മാർക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഈ ഒരു നേർപകുതിയിൽ മാർക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഈ ഒരു വര 2 പീസായിട്ടില്ലേ, അപ്പോൾ നമുക്ക് ഈ താഴെയുള്ള ഈ ഒരു പീസിൽ നമുക്ക് താഴേക്ക് സെൻറ്ററിൽ 1/2 ഇഞ്ച് മാർക്ക് ചെയ്യാം. മുകളിലുള്ള പീസിൽ മുകളിലേക്ക് നമ്മൾ 1/2 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇനി ഈ ഒരു പോയിൻറ്റ്സ് എല്ലാം കൂടെ കൂട്ടിയിട്ട് ഒരു സ്ലീവ്സിൻ്റെ ഷേപ്പിൽ ഞാൻ ഇതേപോലെ വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് മുകളിലത്തെ പോയിന്റിൽ നിന്ന് ഈ ഒരു പോയിന്റിലേക്ക് ഇതേപോലെ വരച്ചു കൊടുത്തതിന് ശേഷം അത് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് മുന്നേ നമ്മൾ നേരത്തെ അവിടെ ഒരു അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു പീസിൻ്റെ ഒരു ഇൻപെർഫെക്ഷൻ കളയാൻ വേണ്ടിയിട്ട് നമുക്ക് ആ ഒരു ലാസ്റ്റ് പോയിന്റിൽ നിന്ന് നമ്മൾ സ്ലീവ്സിൻ്റെ താഴത്തേക്ക് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിനുശേഷം നമ്മളിത് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആ വരച്ചിരിക്കുന്ന ആ ഒരു ഷേപ്പിൽ കൂടി തന്നെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ 2 സ്ലീവ്സും ഇതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു പോയിന്റിൽ നിന്ന് ഈ ഒരു നമ്മൾ ആ ഒരു കട്ട് പീസ് നമ്മൾ മറക്കുന്ന രീതിയിൽ ഇതേ ഒരു ഷേപ്പിൽ ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ലൂസായിട്ടുള്ള സ്ലീവ്സ് ആണ് കേട്ടോ ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ 2 സ്ലീവ്സും നമ്മൾ ഇതേപോലെ കട്ട് ചെയ്തെടുക്കും. അപ്പോൾ നമ്മുടെ ഷരാറേൻ്റെ ടോപ്പിൻ്റെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ പാൻറ്റാണ് കേട്ടോ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് എവിടെയാണോ നമ്മൾ പാൻറ്റ് ഇടുന്നത് അതിൻ്റെ അവിടം വെച്ചിട്ട് നമ്മൾ താഴത്തേക്ക് ഇതിൻ്റെ ലെങ്ത്ത് ഇതേപോലെ എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എവിടെയാണോ പാൻറ്റ് ഇടുന്നത് അതിനനുസരിച്ച് ഇതിൻ്റെ ലെങ്ത്ത് നിങ്ങൾക്ക് എത്ര ലെങ്ത്ത് ആണോ വേണ്ടത് അത് എടുക്കുക. ഇനി നമ്മൾ പാൻറ്റ് ഇടുന്ന ആ ഒരു ഭാഗത്തെ ഇതേപോലെ സർക്കംഫറൻസും എടുക്കുക. അതായത് നിങ്ങളെ അരഭാഗത്തുള്ള അളവും. അപ്പോൾ നമുക്ക് പാൻറ്റ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ആകെ ഈ 2 മെഷർമെൻറ്റ്സ് മാത്രം മതി കേട്ടോ നമ്മളെ ബോഡിയിൽ നിന്ന്. അപ്പോൾ ഞാൻ ഇതിനിവിടെ ചെയ്യുന്നത് ഒരു അംബ്രല്ല പലാസോ പാൻ്റ് ആണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ നമുക്ക് ലൈനിങ്ങിൽ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് സാരീൻ്റെ അകത്തേക്ക് കട്ട് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ബാക്കി വന്നിട്ടുള്ള ഈ ഒരു ലൈനിങ്ങിൻ്റെ പീസ് ഇതേപോലെ 2ആക്കി മടക്കുക കേട്ടോ. ഇനി 2ആക്കി മടക്കിയതിന് ശേഷം അതിൻ്റെ ഒരു ഭാഗത്ത് കോൺ ഭാഗത്ത് ഇതേപോലെ പിടിച്ചിട്ട് നമ്മളിത് ഇതേപോലെയാണ് കേട്ടോ മടക്കുന്നത്. അതായത് ഒരു ട്രയാങ്കിൾ ഷേപ്പിലാണ് നമ്മൾ മടക്കി വെക്കുന്നത്. അപ്പോൾ ഇതേപോലെയാണ് കേട്ടോ ഉണ്ടാവുക നമ്മളെ പാൻറ്റ് കട്ട് ചെയ്യുന്ന ആ ഒരു ഭാഗം. അപ്പോൾ നമ്മൾ ആദ്യം ഒന്ന് ചതുരത്തിൽ മടക്കിയിട്ട് അതൊന്ന് ഇതേപോലെ ട്രയാങ്കിളാക്കി മടക്കുകയാണ്. ഇനി നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാനിവിടെ പേപ്പറിൽ കാണിച്ചു തരാം. അതായത് ഇതേപോലെ ഒന്ന് 2ആക്കി മടക്കുക. ഇതേപോലെ 2ആക്കി മടക്കിയതിന് ശേഷം ഇതിൻ്റെ ഒരു ഭാഗത്തുനിന്ന് ഇത് ഏതെങ്കിലും ഒരു കോണിൻ്റെ ഭാഗത്തുനിന്ന് ഇതേപോലെ ഒന്ന് കോണാക്കി മടക്കി കൊടുക്കുക. അപ്പോൾ ഈ പേപ്പർ മടക്കിയ പോലെയാണ് നമ്മുടെ തുണി നമ്മൾ മടക്കി കൊടുക്കേണ്ടത്. ഇനി ഈ ഒരു ഭാഗത്താണ് നമ്മളെ അരേൻ്റെ ഭാഗത്തിൻ്റെ അളവ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. അതിനായിട്ട് ഞാനിവിടെ നമുക്ക് അരേൻ്റെ ഭാഗത്തിൻ്റെ അളവ് എത്രയാണോ അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് കേട്ടോ എടുക്കുന്നത്. അപ്പം നമുക്ക് കിട്ടുന്ന അളവ് നമ്മളിത് ഇവിടെ ഇങ്ങനെ ഇതേപോലെ അടയാളപ്പെടുത്തി കൊടുത്താൽ മതി. അതിനുശേഷം നമ്മൾ അടയാളപ്പെടുത്തിയിരിക്കുന്നതിൻ്റെ നേരെ താഴേക്ക് ഇങ്ങോട്ടേക്കാണ് നമ്മളെ പാൻറ്റിൻ്റെ ലെങ്ത്ത് അടയാളപ്പെടുത്തേണ്ടത്. അപ്പം നമുക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അത് നമ്മളിവിടെ അടയാളപ്പെടുത്തുക. ഞാനിപ്പോൾ ഇവിടെ ഒരു 10 ആണ് എടുത്തിരിക്കുന്നതെങ്കിൽ ആ ഒരു വരേൻ്റെ ഭാഗത്ത് വെച്ചിട്ട് എല്ലാ ഭാഗത്തേക്കും, അതായത് ഈ ചുറ്റിനുമുള്ള എല്ലാ ഭാഗത്തേക്കും ആ 10 ഇഞ്ച് അടയാളപ്പെടുത്തി കഴിഞ്ഞു. ഇപ്പം നമ്മളെ പാൻറ്റിൻ്റെ ലെങ്ത്ത് അടയാളപ്പെടുത്തിയതിന് ശേഷം ഈ ഒരു ഷേപ്പിൽ വരച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ആ പാൻറ്റിൻ്റെ അടിഭാഗം കിട്ടും. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മിഡി പോലെയാണ് കേട്ടോ ഉണ്ടാവുക. അതായത് ഒരു അംബ്രല്ല സ്കേർട്ട് പോലെ. അപ്പം നമുക്കിതൊരു പാൻറ് ആക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ക്രോച്ച് ഏരിയ നമുക്ക്
കട്ട് ചെയ്യണം. അതിനായിട്ടുള്ള ഇക്വേഷൻ ഞാനിത് ഇവിടെ കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ക്രോച്ച് ഏരിയയിലേക്ക് നമുക്ക് എത്ര ലെങ്ത്തിൽ ഇത് എടുക്കണം എന്നുള്ളത് കിട്ടും കേട്ടോ. അപ്പോൾ അതിൻ്റെ വിഡ്ത്തായിട്ട് ഞാനിവിടെ 2.5 ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് കട്ട് ചെയ്യാം. അപ്പോൾ മനസ്സിലാവാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ പറയുന്നത്. അപ്പോൾ ക്രോച്ച് ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പാൻറ്റിൻ്റെ കൂട്ടി അടിക്കുന്ന ആ ഒരു ഭാഗമാണ് കേട്ടോ. അതായത് നമുക്ക് പാൻറ്റിൻ്റെ സെൻറ്ററിൽ നമ്മളെ ബാക്കിലും ഫ്രണ്ടിലും വരുന്ന ആ ഒരു ഭാഗമാണ്. നമ്മൾ ഇതേപോലെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതൊരു മിഡി ആയിട്ടാണ് കിട്ടുക. അപ്പോൾ ഈ മുറിക്കുന്നതാണ് കേട്ടോ ക്രോച്ച് ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആ പാൻറ്റിൻ്റെ ഫ്രണ്ടിലും ബാക്കിലും വരുന്ന ആ ഒരു സ്റ്റിച്ചിങ്ങിൻ്റെ വരുന്ന ആ ഒരു ഭാഗമാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മൾ ഇതേപോലെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ 2 പീസുകളും കൂടെ നമ്മൾ നിവർത്തിയിടണം. ഇനി നമുക്ക് അംബ്രല്ല സ്കേർട്ടാണ് വേണ്ടതെങ്കിൽ ഈ ക്രോച്ച് ഏരിയ എന്ന് പറയുന്ന ആ ഒരു ഭാഗം നമ്മൾ ഇതേപോലെ കട്ട് ചെയ്യേണ്ട കേട്ടോ. നമുക്ക് സാധാ മിഡി പോലെ തന്നെ കൂട്ടിയടിക്കാം. ഇനി നമുക്ക് പാൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ക്രോച്ച് ഏരിയ കട്ട് ചെയ്തതിന് ശേഷം ഈ ഒരു ക്രോച്ച് ഏരിയകൾ തമ്മിൽ ഇതേപോലെ കൂട്ടിയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇനി അത് തുണിയിലേക്ക് കാണിച്ചു തരാം. അപ്പോൾ ഈ തുണി ഞാൻ നേരത്തെ കാണിച്ചു തന്ന പോലെ ട്രയാങ്കിൾ ആക്കിയിട്ട് മടക്കി വെച്ചതാണ് കേട്ടോ. ഇനി നമ്മൾ വേസ്റ്റിൻ്റെ അളവ് ഇപ്പോൾ എനിക്കിവിടെ 10 ആണ് വേണ്ടതെങ്കിൽ ഞാനിത് ഇതേപോലെയാണ് ടേപ്പ് വെക്കുക. എന്നിട്ട് ആ 10 ഇഞ്ച് എവിടെയാണോ വരുന്നത് അവിടെ വെച്ചിട്ട് ഞാൻ ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കാൻ കേട്ടോ ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ വരച്ചു കൊടുത്തിട്ടുള്ള അവിടെയാണ് നമ്മൾ കട്ട് ചെയ്യേണ്ടത്. അവിടെയാണ് നമ്മൾ അരഭാഗം വരിക. ഇനി നമുക്ക് ലെങ്ത്ത് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ വരച്ചിരിക്കുന്ന വരയിൽ നിന്ന് നേരെ താഴേക്ക് ഇതേപോലെ ടേപ്പ് വെച്ചിട്ട് നമുക്ക് എത്ര ലെങ്ത്ത് ആണോ വേണ്ടത് എന്നുള്ളത് ഞാൻ അവിടെ ഒരു പോയിന്റിൽ ഇതേപോലെ ഒന്ന് മാർക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചുറ്റിനും ഇതേപോലെ മാർക്ക് ഇട്ട് കൊടുക്കണം. അതിനായിട്ട് ടേപ്പ് കുറച്ച് ഇതേപോലെ ഇങ്ങോട്ട് നീക്കി വെച്ചിട്ടാണ് ഞാൻ മാർക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗം ഈ ഒരു അടിഭാഗം മൊത്തം ഇതിങ്ങനെ മാർക്കിട്ടിട്ട് കവർ ചെയ്യണം. അപ്പോൾ നമ്മൾ ചില സമയത്ത് നമ്മൾ അംബ്രല്ല കട്ട് ഇതേപോലെ ചെയ്യുമ്പോൾ നമുക്ക് വീതി ഇല്ലാത്ത തുണിയാണെങ്കിൽ നമുക്ക് നമ്മളെ ലെങ്ത്ത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ആ ഒരു തുണിയിൽ കിട്ടില്ല. അപ്പോൾ നമുക്ക് അങ്ങനെ ലെങ്ത്ത് കിട്ടാത്തൊരു സാഹചര്യത്തിൽ നമ്മൾ അടിയിലേക്ക് വേറൊരു പീസ് വെച്ച് യോജിപ്പിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു തുണിയിലേക്ക് എനിക്കിങ്ങനെ പീസുകൾ വെച്ച് യോജിപ്പിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ, ഈ ഒരു അടിഭാഗത്തേക്ക് ഈ ഒരു ഭാഗത്തേക്ക് തുണികൾ ഇല്ല. അപ്പോൾ നമുക്ക് ഇതേപോലെ നമുക്ക് ബാക്കി വന്നിട്ടുള്ള പീസുകൾ ഇതേപോലെ നമ്മൾ വെച്ച് കൊടുത്തിട്ട് ആ ഒരു അംബ്രല്ലേൻ്റെ അടിഭാഗത്തേക്കുള്ള ഷേപ്പിൽ ഇതേപോലെ കട്ട് ചെയ്യാനായിട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ തുണി വെക്കേണ്ട ആ ഒരു ഭാഗത്തേക്ക് ഇതേപോലെ തുണി വെച്ചിട്ട് ഞാനൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷമാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു പാൻറ്റിൻ്റെ ലെങ്ത്ത് എത്താത്തതുകൊണ്ടാണ് കേട്ടോ ഇതേപോലെ പീസുകൾ വെച്ചിട്ട് കട്ട് ചെയ്യേണ്ട ആവശ്യം വന്നത്. അപ്പോൾ ഇതേപോലെ ഞാൻ ആദ്യം പീസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇതേപോലെ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്കൊരു അളവിലൊന്നും വ്യത്യാസം വരാണ്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ ഒരു പാൻറ്റിൻ്റെ 2 കാലിൻ്റെ ഭാഗത്തേക്കും ഇതേപോലെ പീസുകൾ വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇതായി പീസുകൾ വെക്കുമ്പോൾ ഇതിൻ്റെ അടിഭാഗം ഇങ്ങനെയാണ് കേട്ടോ ഉണ്ടാവും. അപ്പോൾ 2 കാലിൻ്റെ പീസിലും ഇതേപോലെ നമ്മൾ പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് ഈ ഒരു സ്കേർട്ട് എന്ന് പറയുന്നത് നമുക്കൊരു പാൻറ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ക്രോച്ച് ഏരിയ കട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ക്രോച്ച് ഏരിയൻ്റെ വിഡ്ത്തായിട്ട് ഞാൻ കൊടുക്കുന്നത് 2.5 ആണ് കേട്ടോ. അപ്പോൾ ലെങ്ത് ആയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 15 ഇഞ്ചാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു 15 ഇഞ്ച് എങ്ങനെ കിട്ടിയെന്നുള്ളതിൻ്റെ ഒരു ഇക്വേഷൻ ഞാൻ നേരത്തെ കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ ഞാൻ ഒന്നും കൂടി ഇവിടെ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതേപോലെ അളവെടുത്തതിന് ശേഷം ഇതിൻ്റെ ഈ ഒരു ഭാഗം ഒന്ന് ഇതേപോലെ കേവ് ആക്കി എടുത്തിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ തുണിയിൽ എവിടെയാണ് ക്രോച്ച് ഏരിയ നമ്മൾ മെഷർമെൻറ്റ് എടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു തുണീൻ്റെ ഓപ്പൺ ആയിട്ടിരിക്കുന്ന ആ ഒരു ഭാഗമല്ലേ, താഴെ വരെ ഓപ്പൺ ആയിട്ടിരിക്കുന്ന ആ ഒരു ഭാഗത്താണ് കേട്ടോ നമ്മൾ ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ 2 പീസിലും പാൻറ്റിൻ്റെ 2 കാലിൻ്റെ 2 പീസും ഇതേപോലെ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഇത് യോജിപ്പിച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇനി നമുക്ക് സാധാരണ പാൻറ്റ് സ്റ്റിച്ച് ചെയ്യുന്ന അതേ ഒരു രീതിയിൽ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു പീസ് നമ്മളെ ലൈനിങ് ആണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നമ്മളെ നല്ല തുണിയിലേക്ക് ഇതേപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതേ സെയിം മെത്തേഡിൽ തന്നെയാണ് നമ്മൾ നല്ല തുണിയിലും കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ നേരത്തെ ലൈനിങ് മടക്കി വെച്ചിട്ടുള്ള അതേ ഒരു രീതിയിൽ, അതായത് ആദ്യം ഒന്ന് മടക്കിയിട്ട് പിന്നെ ട്രയാങ്കിൾ ആക്കുന്ന അതേ ഒരു രീതിയിൽ തന്നെ നമ്മൾ ഈ സാരിയും ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു നല്ല തുണിയിലേക്ക് നമുക്ക് ലെങ്ത്തിന്റെ ഇഷ്യൂ വരുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഇതേപോലത്തെ ഒരു പീസ് വെച്ചിട്ട് നേരത്തെ ലൈനിങ്ങിൽ ചെയ്ത പോലെ തന്നെ ഇതിൽ നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇത്രയും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഷരാറേൻ്റെ പാൻറ്റിൻ്റെയും ടോപ്പിൻ്റെയും കട്ടിങ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പാർട്ടിൽ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോസും കൂടെ കാണാം കേട്ടോ.